നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിന് ആദ്യത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു, മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യത്തെ പരാതിക്കാരി സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. പക്ഷേ സുപ്രീം കോടതി ആ ആവശ്യം പരിഗണിച്ചില്ല. മാത്രമല്ല, ഹൈക്കോടതി വിധിയിൽ ഈ ആദ്യ പരാതിക്കാരിക്കെതിരെ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശം നീക്കം ചെയ്യാമെന്ന ഉത്തരവ് സുപ്രീം കോടതി നൽകി. ഈ വിഷയമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ നൽകി നിൽക്കുന്ന വ്യക്തിയാണ്. എന്തിനേറെ പറയുന്നു, രാഹുലിന് വേണ്ടി രാഹുൽ ഈശ്വർ ജയിലിൽ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി, നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രസ്താവന. മാത്രമല്ല, രാഹുൽ തിരിച്ചു വരണം, രാഹുലിൻ്റെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. മാത്രമല്ല, ഈ സെഷൻസ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ആയിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ ഒരു സംഘം മാധ്യമ തൊഴിലാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും കോടതി ശരിവെച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. ആ രാഹുലിൻ്റെ ചോദ്യം രാഹുൽ ഈശ്വറും ആവർത്തിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതിനെയും പരിഹസിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുലിനെതിരെ മാധ്യമങ്ങൾ പടച്ചുവിട്ടതെല്ലാം തെറ്റായിരുന്നുവെന്നും രാഹുൽ ശക്തമായി തിരിച്ചു വരട്ടെ എന്നും രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം. ജനങ്ങൾ രാഹുലിനൊപ്പമാണ്. രാഹുൽ അനീതി നേരിട്ടു എന്നതുകൊണ്ടാണ് ജനങ്ങൾ രാഹുലിനൊപ്പം നിൽക്കുന്നത്. ശക്തമായി തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജനത രാഹുലിനെ പോലൊരു നേതാവിനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ മത്സരിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. രാഹുലിന്റെ പ്രായം ചെറുതാണ്, 30കളിലാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് കാലമുണ്ട് രാഹുലിന് മത്സരിക്കാനും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനും. രാഹുൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അന്ന് രാഹുൽ തിരിച്ചു വരുമ്പോൾ തീർത്തും രാഹുലിനോട് അടികൂടാൻ ഞാൻ ഉണ്ടാകും. കാരണം ആശയപരമായുള്ള സംഘട്ടനം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകും. രാഹുൽ ഈശ്വർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. രണ്ടുപേരും ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു തത്വങ്ങൾ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ രണ്ട് തട്ടിലാണ്. അത്തരത്തിലുള്ള ഒരു ഫൈറ്റ് അല്ലെ അത്തരത്തിലുള്ള സംഘർഷം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകും. എന്തായാലും കഴിവുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം തിരിച്ചു വരട്ടെ. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ തീയിട്ടിരിക്കുകയാണ് എന്ന ഒരു പരാമർശമാണ് രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരുമില്ല, ഒരു സംഘം സർക്കാർ വാലാട്ടികളായ മാധ്യമ തൊഴിലാളികളുടെ അജണ്ടയിലാണ് എനിക്കെതിരെയുള്ള കേസുകളുടെ വാർത്ത പോകുന്നത്. ഇന്നും അത്തരം വാർത്ത തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ അവർ തെറ്റിച്ചുമില്ല. എനിക്കെതിരെ ആദ്യ പരാതിക്കാരി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. പോയതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല പ്രാധാന്യം ഈ അടിമ സംഘം കൊടുത്തിരുന്നു. ഇന്നാണ് ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. എന്നാൽ സുപ്രീം കോടതി ആ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും ചിലരുടെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടി എന്നാണ്. യാഥാർത്ഥ്യം പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ എനിക്കൊരു അഭിഭാഷകൻ പോലും ഇല്ലായിരുന്നു. എനിക്ക് നോട്ടീസ് പോലും തരാതെ സുപ്രീം കോടതിയുടെ സ്വന്തം ബോധ്യത്തിലാണ് ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം നിലനിർത്തിയത്. ഒരു സംഘം അടിമകളായ മാധ്യമ പ്രവർത്തകർ ശ്വാസം അടക്കിപ്പിടിച്ച് എത്ര വായിട്ടലച്ചാലും ശബ്ദ മലിനീകരണം ഉണ്ടാകുമെന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആദ്യം ദിവസം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ ഈ വിഷയത്തിൽ ഈ രാജ്യത്തെ ഒരു നിയമങ്ങൾക്കും വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. സെഷൻസ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ആയിട്ട് ഇന്നത്തെ ദിവസം വരെ നിങ്ങളൊരു സംഘം അടിമ മാധ്യമ തൊഴിലാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും കോടതി ശരിവെച്ചിട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചു കൂവിയ ഏതെങ്കിലും ആരോപണങ്ങൾക്ക് തെളിവിൻ്റെ ഒരു ചെറിയ കടലാസ് കഷ്ണമെങ്കിലും ഹാജരാക്കാൻ പറ്റിയോ? ആദ്യം മുതൽ ഞാൻ പറയും പോലെ എത്ര വൈകിയാലും സത്യം പുറത്തു വരും. ഗൂഢാലോചനയുടെ ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ കയ്യിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ പറയുന്നു. ആ സത്യം കോടതിക്ക് ബോധ്യമായതുപോലെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ബോധ്യമാകും. നിങ്ങൾ നാടകീയമായി അവതരിപ്പിച്ചാലും ബഹളം വെച്ചാലും കള്ളം സത്യമാകില്ല. സത്യമേ ജയിക്കൂ. ആ സത്യം എൻ്റെ ഭാഗത്താണ്. അതൊന്നും കാര്യമാക്കേണ്ട. നിങ്ങൾ വാങ്ങിയ പൈസയ്ക്കുള്ള പണി ചെയ്യൂ അടിമകളെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉദ്ധരിച്ചാണ് രാഹുൽ ഈശ്വർ രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കപ്പിൻ്റെ പിന്നിലുള്ള കഥയെക്കുറിച്ചും വളരെ പരിഹാസത്തോടെയാണ് രാഹുൽ ഈശ്വർ ആ വിഷയത്തിലും പ്രതികരിച്ചത്. ആ കപ്പ് അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യം എന്ന രീതിയിൽ വ്യാഖ്യാനം കൊടുത്തതാണ്. പക്ഷെ മുഖ്യമന്ത്രി അത് താൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ
പരിഹാസത്തോടെയാണ് രാഹുൽ ഈശ്വർ ആ വിഷയത്തിലും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന എഴുതിയ വാചകങ്ങൾ എഴുതിയ കപ്പിൽ മുഖ്യമന്ത്രി ചായ കുടിക്കുന്നു, അത് അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യമാണെന്ന വ്യാഖ്യാനം വരുന്നു. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി പറയുന്നത് താൻ അറിഞ്ഞിരുന്നില്ല, അത് താൻ അറിഞ്ഞത് താൻ ഒരു കപ്പ് അവിടെ ഇരുന്നു, താൻ വെള്ളം കുടിച്ചു, മറിച്ചുള്ള പ്രചാരണങ്ങൾ താൻ അറിഞ്ഞില്ല, പിന്നീടാണ് അറിയുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് പ്രതികരണവുമായി വന്നത് ഇപ്രകാരമായിരുന്നു: മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണ് എന്ന് ഇതിനോടകം കേരളത്തിൽ നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെയോ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കളെന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. ശ്രീ വിജയൻ, താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാരി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കൾ. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ ഇത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ്. അതേ ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അതേ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചോ? എന്നെ ഹോട്ടൽ വളഞ്ഞ് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറ്റാവുന്നത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതി പിടിപ്പിച്ച് കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതികൾ പറഞ്ഞത് കൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ടില്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തു വരും. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെ പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്ത അത്രയും വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെ നടപടിയെടുത്ത് കോൺഗ്രസിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. പറയാൻ സർക്കാരിൻ്റെ നേട്ടങ്ങളില്ലാത്തത് കൊണ്ട് ഇത് വിഷയമാക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കി ജനം തരും. ഭാര്യയുടെ നാഫിക്ക് ചവിട്ടിയവന് പിന്നെ കൊടുത്ത സ്ഥാനമൊന്നും എന്നെ കൊണ്ട് പറയിക്കേണ്ട. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കണ്ട, ജയിലിലാക്കിയാലല്ല കൊല്ലാൻ നോക്കിയാൽ പേടിക്കില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എന്തായാലും ഈ 2 ഫേസ്ബുക്ക് പോസ്റ്റുകളും എടുത്തു കാണിച്ചായിരുന്നു രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടിയെ പ്രശംസിച്ച് രംഗത്ത് വന്നത്. രാഹുൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, രാഹുൽ തിരിച്ചു വരണം, ഇതുപോലൊരു നേതാവിനെ ഈ നാടിന് ആവശ്യമാണ് എന്നതടക്കമുള്ള നേരത്തെയും നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോഴും രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാഹുലിന് വിജയം, സുപ്രീം കോടതിയിൽ നിന്ന് രാഹുലിന് വിജയം, സ്വയം PR പൊളിച്ചു. സുപ്രീം കോടതിയിൽ ജയിച്ച രാഹുലും സ്വയം PR പൊളിച്ച പിണറായി വിജയൻ സഹാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിച്ച് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നു. രാഹുൽ തരംഗം തന്നെ ഉണ്ടാകുന്നു, മത്സരിക്കാതെ തിരിച്ചുവരവിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ജനത. രാഹുലിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ് താനെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുലിൻ്റെ നെഹ്റുവിയൻ ലെഫ്റ്റ് നിലപാടുകളോട് എനിക്ക് എതിർപ്പാണ്. ഞാൻ ഗാന്ധിയൻ റൈറ്റ് ആണ്. പക്ഷെ അനീതിയാൽ വേട്ടയാടപ്പെട്ട രാഹുൽ തിരിച്ചു വരണം, ഈ നാടിൻ്റെ നായകനാകണം എന്നായിരുന്നു നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.